പൂനെയിൽ കർണാടക ബസ്സിന് നേരെ ആക്രമണം. ശിവസേന ഉദ്ധവ് വിഭാഗം പ്രവർത്തകരാണ് ബസ്സിൽ കറുത്ത പെയിന്റ് ഒഴിച്ചത്. ബെലഗാവിയിൽ മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറെ ആക്രമിച്ചതിന് പിന്നാലെയാണ് കർണാടക ബസ്സിന് നേരെയും ആക്രമണം ഉണ്ടായത്. एक्चुअली हमें भी लास्ट मोमेंट में ये पता चला था कि शिवसेना वाले आके यहाँ पर कुछ तो करने वाले हैं, तो इमीडिएटली हमने फोर्स भेजा था। तो एक गाड़ी को वो काला लगाने में सक्सेसफुल हुए हैं, बाकी ज़्यादा तो कुछ नुकसान किसी गाड़ी का किसी बस का नहीं हुआ है। और उनके जो लोग थे उनको डिटेन करके हमने पुलिस स्टेशन में लेके गए हैं। जो है वो लीगल का एक्शन हो जाएगा, उन पर भी जो लीगल है वो उस तरह से हमारी प्रोसीजर हो जाएगी. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, വിവരങ്ങൾ. റിജിത്ത്, മഹാരാഷ്ട്ര ബെൽഗാം എന്നും കർണാടക ബെലഗാവി എന്നും വിളിക്കുന്ന അവരുടേതെന്ന് അവർ അവകാശപ്പെടുന്ന പ്രദേശമാണ്, ഒരു തർക്ക പ്രദേശമാണ് ഈ ബെലഗാവി. ഈ പ്രദേശത്തെ ചൊല്ലി പല കാലഘട്ടങ്ങളിൽ വലിയ സംഘർഷങ്ങളൊക്കെ ഇരുഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. സമീപകാലത്ത് അത്തരം സംഘർഷങ്ങൾ കൂടി വരുന്നതിന്റെ സൂചനയാണ് ഇപ്പോഴത്തെ ഈ അക്രമ സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു കർണാടക ബസ്സിലെ കണ്ടക്ടറെ ആദ്യം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളുകൾ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ബെൽഗാവിയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. മറാഠി സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ തന്നെ ആക്രമിച്ചു എന്നതാണ് കണ്ടക്ടറുടെ മൊഴി. ഈ സംഭവത്തിന് പിന്നാലെ ചിത്രദുർഗയിൽ വെച്ച് ഒരു മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ട് ബസ്സും ആക്രമിക്കപ്പെട്ടു. ഇതിന്റെ ഒരു പ്രതികാരം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പൂനെയിൽ മറ്റൊരു കർണാടക ബസ്സിന് നേരെ ആക്രമണം ഉണ്ടായത്. ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകേണ്ടതായിരുന്നു. പോലീസ് വളരെ വേഗം അവിടെ എത്തി പ്രവർത്തകരെ ഒരു ബസ്സിൽ മാത്രമാണ് കറുത്ത പെയിന്റ് ഒഴിക്കാൻ ഈ പ്രവർത്തകർക്ക്, ശിവസേന ഉദ്ധവ് വിഭാഗം പ്രവർത്തകർക്ക് കഴിഞ്ഞത്. ഏതായാലും ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്രയിൽ നിന്ന് കർണാടകയിലേക്കുള്ള ബസ് സർവീസ് തൽക്കാലത്തേക്ക് മഹാരാഷ്ട്ര സർക്കാർ നിർത്തിവെച്ചിട്ടുണ്ട്. കർണാടകയിൽ നിന്നുള്ള ബസ്സുകളുടെ പ്രവേശനം ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വരും എന്നുവരെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ മഹാരാഷ്ട്ര മന്ത്രി കൂടിയായ പ്രതാപ് സർനായിക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ സംഘർഷം, ബെലഗാവിയുമായുള്ള സംഘർഷം, അത് വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതിന്റെ സൂചനകളാണ് ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങൾ. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.